നട്രാജ്, ഇപ്പോൾ പല ഘടകങ്ങളും നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞു. ഇതിപ്പം ഏറ്റവും കൂടുതൽ ശക്തമായ പോരാട്ടം നടക്കുന്ന ഒരു ഒരു കോർപ്പറേഷനാണ് തൃശ്ശൂർ എന്ന് പറയുന്നത്. അതിൽ തന്നെ LDF ആണ് ഇപ്പോൾ ഭരിക്കുന്നത്. UDF നിന്ന് ഭരണം പിടിച്ചിരുന്നത്. പക്ഷേ ഇത്തവണ സ്ഥിതി അങ്ങനെയല്ല. കാരണം ഒട്ടനവധി വിഷയങ്ങൾ തൃശ്ശൂരിൽ ചർച്ചയാക്കാനുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ പൂരം കലക്കലുണ്ട്, അതിന് പുറമെ കരുവന്നൂർ ബാങ്ക് അത്തരത്തിൽ ഒട്ടനവധി വിഷയങ്ങൾ തൃശ്ശൂരിൽ ചർച്ചയാക്കാനുണ്ട്. പക്ഷേ ഈ വികസന നേട്ടങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഈ വിഷയങ്ങളെ മറികടക്കാൻ LDFന് സാധിക്കുമോ? അല്ലെങ്കിൽ എങ്ങനെയാണ് ഇപ്പോൾ തൃശ്ശൂരിൽ ഒരു പൾസ് എങ്ങനെയാണ്? അനിഷ, സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കോർപ്പറേഷനിലൊന്ന്, മധ്യ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോർപ്പറേഷനിലൊന്ന് തൃശ്ശൂരിലെ സംസ്ഥാനത്തെ സാംസ്കാരിക നഗരം എന്നറിയപ്പെടുന്ന തൃശ്ശൂർ. ഇങ്ങനെ പല പ്രത്യേകതകളുള്ള ഒരു കോർപ്പറേഷനാണ് തൃശ്ശൂർ എന്ന് പറയുന്നത്. തൃശ്ശൂരിൽ ആരാണ് വാഴുക, ആരാണ് വീഴുക എന്ന കാര്യത്തിൽ ഏവർക്കും ആകാംക്ഷയുണ്ട്. കഴിഞ്ഞ തവണ അനീഷ സൂചിപ്പിച്ചതുപോലെ ഒരു ചെറിയ മെജോറിറ്റിക്കാണ് LDF ഭരണം പിടിച്ചെടുത്തതും 5 വർഷം ഭരിച്ചതും. ഏറെ പല കാര്യങ്ങളിലും LDF സഹിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു. കോൺഗ്രസ് വിമതനെയാണ് LDF ഒപ്പം കൂട്ടിയത്. എന്നാൽ ഇത്തവണ ഏതു വിധേനയും അധികാരത്തിൽ തിരിച്ചെത്തുമെന്നുള്ള ആവേശത്തിലാണ് കോൺഗ്രസ് ഉള്ളത്. കോൺഗ്രസ് നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളൊക്കെ തന്നെ പ്രഖ്യാപിച്ച് രംഗത്തെത്തി. അതിന് പിന്നാലെ LDFും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു, UDFും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രചാരണം പല ഭാഗങ്ങളിലും നടക്കുന്നുണ്ട്. കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രശ്നം, അല്ലെങ്കിൽ UDF നേരിടുന്ന പ്രശ്നം വിമതന്മാരാണ്. 6 വിമതന്മാർ കോർപ്പറേഷൻ പരിധിയിൽ, പ്രത്യേകിച്ച് നഗരഭാഗങ്ങളിലുണ്ട്. ഇവരൊക്കെ തന്നെ DCCയെ വെല്ലുവിളിച്ചുകൊണ്ട്, അല്ലെങ്കിൽ പാർട്ടി നേതൃത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ട് മത്സരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. DCCക്കെതിരെ പേയ്മെന്റ് സീറ്റ് ആരോപണം തന്നെ പലരും ഉന്നയിച്ചു, പലരും അതൃപ്തി പ്രകടിപ്പിച്ചു. പല മുതിർന്ന നേതാക്കളും പിണക്കത്തിലാണ്. പല മുതിർന്ന നേതാക്കളും ഇത്തരത്തിൽ തങ്ങളുടെ പദവികൾ രാജിവെച്ചുകൊണ്ട് ഇപ്പോൾ നിസ്സഹകരണം നടത്തുകയാണ്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും ഇതിനോടൊപ്പം ഗ്രൂപ്പ് പോരും എത്രത്തോളം കോൺഗ്രസിന് തിരിച്ചടിക്കുമെന്നാണ് ഇനി അറിയേണ്ടത്. കോൺഗ്രസ് പ്രധാനമായും ഭരണവിരുദ്ധ വികാരം, അത് കോർപ്പറേഷനിലും സംസ്ഥാനത്തുമുള്ള ഭരണവിരുദ്ധ വികാരം മുതലാക്കാൻ കഴിയുമെന്നുള്ളൊരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. പക്ഷേ കോൺഗ്രസിനുള്ളിൽ തന്നെയുള്ള ഈ പോര് എത്രത്തോളം അവരുടെ സാധ്യതകളെ കൊട്ടിയടയ്ക്കും എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണണം. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് കോൺഗ്രസ് ഓഫീസുകൾ, പ്രത്യേകിച്ച് DCC ഒക്കെ തന്നെ ദിനം പ്രതി വേദിയാവുന്നത് നമ്മൾ കണ്ടതാണ്. കോൺഗ്രസിലുണ്ടായിരുന്ന മുൻ കൗൺസിലർമാരൊക്കെ തന്നെ പാളയം വിട്ട് മറുപാളയത്തിലേക്ക് പോകുന്നു നമ്മൾ കണ്ടാണ്. LDFും വലിയ രീതിയിൽ പ്രചാരണം തുടരുന്നുണ്ട്. ഭരണവിരുദ്ധ വികാരം ബാധിക്കരുത് എന്നുള്ള ഒരു കരുതൽ അവർക്കുണ്ട്. എന്തായാലും സംസ്ഥാന സർക്കാർ നേരിടുന്ന വിവാദങ്ങൾ, അതുപോലെ തന്നെ ശബരിമല വിഷയമൊക്കെ തന്നെ LDFനെതിരെ ഉപയോഗിക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നുണ്ട്. വികസനം നടത്തിയതിൻ്റെ പേരിൽ മാത്രം എത്രത്തോളം വോട്ട് ലഭിക്കുമെന്ന കാര്യത്തിലും വ്യക്തതയില്ല. എന്തായാലും LDFിൻ്റെ പ്രചാരണം പല ഭാഗങ്ങളിൽ കൊടുമ്പിരി കൊള്ളുന്നുണ്ട്. BJP കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുമെന്ന് പ്രത്യാശ പറയുമ്പോഴും അത് എത്രത്തോളം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിൽ അത് പ്രതിഫലിച്ചു എന്ന് സംശയമാണ്. നേരത്തെ പ്രഖ്യാപിച്ച ഡോക്ടർ ആതിര എന്ന സ്ഥാനാർത്ഥി അവർക്ക് പിൻവലിക്കേണ്ടി വന്നു. അത് തന്നെ പാർട്ടിയിലെ ഉൾപ്പോരും മൂലമാണ്. കുട്ടംകുളങ്ങളിൽ അവരുടെ പേര് പ്രഖ്യാപിച്ചതിന് ശേഷം അവർക്ക് തിരക്കുണ്ടെന്നും അധ്യാപികയാണെന്നും ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് BJP സ്ഥാനാർത്ഥിയെ പിൻവലിച്ചത്. അത് പാർട്ടിക്കകത്തുള്ള ഉൾപ്പോരാണ് പ്രധാന കാരണം. ആതിര നിൽക്കുന്നുണ്ടെങ്കിൽ അവരെ തോൽപ്പിക്കുമെന്നതിന് പാർട്ടിയിലെ പലരും നിലപാടെടുത്തു. അങ്ങനെ വലിയൊരു പ്രശ്നം BJPക്ക് അകത്തും പോകുന്നുണ്ട്. ഇങ്ങനെ പല മുന്നണികൾ പല പ്രശ്നങ്ങളാണ് നേരിടുന്നത്. BJP ഇപ്പോൾ സുരേഷ് ഗോപിയെ മുൻനിർത്തിയുള്ളൊരു ക്യാമ്പയിനാണ് നടത്തുന്നത്. അത് എത്രത്തോളം ഫലവത്താവും എന്നുള്ള കാര്യവും കണ്ടറിയേണ്ടതുണ്ട്. കേന്ദ്രമന്ത്രി ജില്ലയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ടെങ്കിലും സമീപകാലത്തൊക്കെ തന്നെ സുരേഷ് ഗോപിയുടെ കലുങ്ക് സംവാദങ്ങളിലുണ്ടായ വിവാദങ്ങളൊക്കെ തന്നെ എത്രത്തോളം തിരിച്ചടിക്കും എന്നുള്ള കാര്യവും അറിയേണ്ടതുണ്ട്. എന്തായാലും പല നേതാക്കന്മാരും വരും ദിവസങ്ങളിലും ജില്ലയിൽ എത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ്. വിമതന്മാർ ഒരു ഭാഗത്ത് കൊടുമ്പിരി കൊണ്ട് പ്രചാരണം നടത്തുന്നത്. മൊത്തത്തിൽ തിരഞ്ഞെടുപ്പ് ചൂട് അതിൻ്റെ ഉച്ചസ്ഥായിൽ എത്തിയിരിക്കുകയാണ് തൃശ്ശൂരിൽ എന്ന് പറയാം. ആർക്കനുകൂലമാകും ട്രെൻഡ് എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ട ഒന്നാണ്. ഹരീഷ്.